പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതം കണ്ടിട്ടാണ് യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. അവരുടെ പരാതികൾ പലതുമാണ്. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ആരെയും കണ്ടെത്താനാകുന്നില്ല. നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് സാക്ഷ്യം നൽകാൻ കഴിയുന്നില്ല. സഭയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ നമ്മെ നാണം കെടുത്തുന്നു. ജഡികാഭിലാഷങ്ങളും സ്വാർത്ഥമോഹങ്ങളും ധനത്തോടുള്ള ആർത്തിയും അൽമായരെ മാത്രമല്ല, വൈദികരെയും സന്യാസികളെയും എല്ലാം ആക്രമിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് യുവജനങ്ങളെ വിശ്വാസത്തിൽ നിന്നും അകറ്റുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, സമൂഹത്തിൽ പലതരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകാം, ചിന്തകളും വ്യത്യസ്തങ്ങളാകാം. എന്നാൽ നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച യേശുവിനെയാണ് നാം കാണേണ്ടത്. ആ യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, ഹെബ്രായർ 12:1-2 തിരുവചനങ്ങളിലൂടെ പറയുന്നത്, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടുവാൻ. അപ്പം നാം ചിന്തിക്കേണ്ടത്, എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം എവിടെ നിൽക്കുന്നു? യേശുവിനെ നാം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ വല്ല സ്ഥാനവും നാം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ നേതൃത്വത്തിലുള്ളവരുടെ വീഴ്ചകൾ വിശ്വാസ ജീവിതത്തെ മന്ദീഭവിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു സ്നേഹത്താൽ ജ്വലിച്ച് രക്തസാക്ഷികളായ നമ്മുടെ അനേകം വിശുദ്ധരെ എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഓർമ്മയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല? അവർ നമ്മുടെ വിശ്വാസ ജീവിതം ജ്വലിപ്പിക്കുന്നത് നാം എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അവർ യേശുവിന് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങൾ നാം മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹത്തിലും വിശുദ്ധ ജീവിതം നയിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരെ നാം കാണാതെ പോകരുത്. എല്ലാവരും ഒരു ഓട്ടപ്പന്തയത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. വീഴുന്നവരെ നോക്കി വിമർശിക്കാൻ നിന്നാൽ നാം മത്സരത്തിൽ പരാജയപ്പെടാൻ സാധ്യത ഏറെയാണ്. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.